ജില്ലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പൊതുപണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണം. രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. വികസന മുന്നേറ്റം സാധ്യമാകുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിലൂടെയാണെന്ന് മന്ത്രി OR കേളു. നാടിന്റെ വളർച്ചയ്ക്ക് വായനശാലകൾ വലിയ പങ്ക് വഹിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയ വോട്ടേഴ്സ് ദിനാചരണം കോഴിക്കോട് നടന്നു. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പൊതുപണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണം. രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. അവശ്യ സർവീസുകളെയും ശബരിമല തീർത്ഥാടകർ, മരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർ എന്നിവരെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളും മാറ്റി. KSRTC, സ്വകാര്യ ബസ് സംഘടനകളും ഓട്ടോ ടാക്സി യൂണിയനുകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. അധ്യാപക, കർഷക, സർക്കാർ സർവീസ്, KSEB സംഘടനകളും പിന്തുണയ്ക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ തടയില്ല. യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രകടനം നടത്തും. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുന്നത്. കോൺഗ്രസ്, CPM, CPI ഉൾപ്പെടെയുള്ള കക്ഷികളും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വികസന മുന്നേറ്റം സാധ്യമാകുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിലൂടെയാണെന്ന് മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഉള്ളിയേരി സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉള്ളിയേരിയിൽ ആരംഭിച്ച പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ഉപജില്ലാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസ് തുറന്നത്. അടിസ്ഥാന വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനാണ് സർക്കാർ ഇടപെടൽ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. SC/ST വിഭാഗം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുവെന്നും 1160 വിദ്യാർത്ഥികൾക്ക് 25 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകി വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് അയച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2022 മുതൽ സംസ്ഥാന സർക്കാർ ഒരു സംരംഭക വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 30 ലക്ഷത്തിൻ്റെ അടുത്ത് സംരംഭങ്ങൾ കേരളത്തിൽ കണക്ക് പ്രകാരം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 30 ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ആ 30 ലക്ഷത്തോളം സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ എത്ര വ്യക്തികളാണ് ആ തൊഴിലിൽ ഏർപ്പെടുന്നത് എന്നത് നമ്മൾ കണക്കാക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പൊയിൽ, ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P നാസർ, കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത, ജില്ലാ പഞ്ചായത്ത് അംഗം AK മണി തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. നാടിന്റെ വളർച്ചയ്ക്ക് വായനശാലകൾ വലിയ പങ്ക് വഹിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ഫറൂഖ് നല്ലൂർ യങ് മെൻസ് ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റിയാസ്.
നവീകരിച്ച ഫറോക്ക് നല്ലൂർ യങ്മൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവിട്ട് ലൈബ്രറിയുടെ മുറ്റം ഇന്റർലോക്ക് ഇടലും മേൽക്കൂര നിർമ്മിക്കലും പൂർത്തിയാക്കി. വായനശാലകളും ക്ലബ്ബുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരു നാടിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും കേരളത്തിലുള്ളതുപോലെ ഗ്രാമാന്തരങ്ങളിൽ വായനശാലകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളം മാനവിക മൂല്യങ്ങൾ, മതസാഹോദര്യം എന്നിവ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിൽ മാതൃകയാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മുടെ മണ്ണിനെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ വായനശാലകൾ വഹിക്കുന്ന പങ്ക് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. ഫറോക്ക് നഗരസഭ അധ്യക്ഷ C. ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം റിപ്പോർട്ട് അവതരിപ്പിച്ചു. VKC മുഹമ്മദ് കോയ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ P. സബിത ഹബീബ്, കൗൺസിലർ E. ഇന്ദു, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ P. പ്രജിഷ, K. ഷഫീഖ്, P. മുരളീധരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. മോഹനൻ പൈക്കാട്ട്, K. അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ദേശീയ വോട്ടേഴ്സ് ദിനാചരണം കോഴിക്കോട് നടന്നു. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല അവാർഡുകളും വിതരണം ചെയ്തു. ദേശീയ വോട്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോളേജുകൾ, BLOമാർ, ഇലക്ഷൻ ഓഫീസർമാർ തുടങ്ങിയവർക്കുള്ള ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. Now, for conduct of elections, what is the most central person in the election? The voter. And I think we Kozhikode all awards in the local work, we will be reading it out also, that we have done exceedingly well in voter awareness. And അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ELC colleges, അവരുടെ representative students. And I think that is what Kozhikode has very rightly been awarded this award for being one of the best in terms of voter awareness. NK award state level recognition kitty. That is also because of the beautiful team and the great work that you all have done. But number two, for a vibrant system of memory, I am very positive that it actually leads to more and more young voters involvement. That is the first target we're missing about voter awareness. സംസ്ഥാനത്തെ മികച്ച ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ELC കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് ആനന്ദ്, BLO KM രാജേഷ്, ELC അംബാസിഡർ PG ആകാശ്, ELCയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂരപ്പൻ കോളേജ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സബ് കളക്ടർ ഗൗതം രാജ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S. മോഹനപ്രിയ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ, LR ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ, വിജിലൻസ് ഡെപ്യൂട്ടി കളക്ടർ P. ശാലിനി, DM ഡെപ്യൂട്ടി കളക്ടർ M. രേഖ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നരിക്കുനി പഞ്ചായത്തിലെ മൂർഖൻകുണ്ടിൽ മധുരക്കിഴങ്ങ് വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മൂർഖൻകുണ്ടിൽ മധുരക്കിഴങ്ങ് വിളവെടുപ്പ് നടത്തി.
കർഷകനായ വടക്കയിൽ ബാബു നട്ടുവളർത്തിയ മധുരക്കിഴങ്ങ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല നിർവഹിച്ചു. കൃഷി ഓഫീസർ അനുശ്രീ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സലീം, വാർഡ് അംഗങ്ങളായ നിഷ EV, അപർണ നടുവിലിടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നടത്തിയതാണ്. പിന്നെ അതിങ്ങനെ ക്രമേണ എല്ലാ സ്ഥലത്തും വ്യാപിപ്പിച്ചു. ഇൻഷുറും ചെയ്തിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയുണ്ട്, എല്ലാം കൂടിയായിട്ട് നടത്തിയതാണ്. അപ്പൊ 100 മേനി വിളവെടുപ്പ് ഉണ്ട് എന്നാണ് പ്രതീക്ഷ. പ്രചോദനം കൃഷിഭവനും ആണ്. കൃഷിഭവന്റെ ഉപദേശങ്ങൾ വരുന്നുണ്ട്. അവര് കൂടെ തരുന്നുണ്ട്. പിന്നെ വളം പ്രയോഗം ഒന്നും, ജൈവവളം ഒന്നും, രാസവളം ഒന്നും ചെയ്തില്ല. 3 മാസത്തെ. ഞാൻ ഇത് ആദ്യത്തെ ഇതാണ്. മറ്റേ കപ്പ, ചേമ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാടം കാർഷിക കൂട്ടായ്മ ഭാരവാഹികളായ ഹരിദാസൻ, പുതുശ്ശേരി മനോജ്, 4ാം വാർഡ് വികസന സമിതി കൺവീനർ രവി വടക്കയിൽ, ബഷീർ CP തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കടക്കണി വിമോചന മുന്നണി ഫറൂഖ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണാ സമരം ആരുഷ്കാരായി ഉദ്ഘാടനം ചെയ്തു. പണയവസ്തു ലേലം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കടക്കണി വിമോചന മുന്നണിയുടെ നേതൃത്വത്തിൽ ഫറൂഖ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഫറൂഖ് സ്വദേശിയായ കിഷോറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ലേലം ചെയ്തത്. ബാങ്കിന് സമീപം ബസ് സ്റ്റാൻഡിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ആരുഷ്കാരായി ഉദ്ഘാടനം ചെയ്തു. KVM ജില്ലാ സെക്രട്ടറി സജീവൻ ചോരൂർ, KPK കാരശ്ശേരി, സഞ്ജയ് മാത്യു, KC നാരായണൻ, രാജേഷ്, CH ബാബു, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഫറൂഖ് GVHSSന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങ് നാടിന്റെ ആഘോഷമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഫറൂഖ് ഗവൺമെന്റ് ഗണപത് GVHSSൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 2 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. SPC കേഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണറും സ്വീകരിച്ചു. 2021 ഈ മണ്ഡലത്തിന്റെ MLA ആയ ഉടനെ ഈ സ്കൂളിന്റെ PTA-യും അധ്യാപകരും ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലുള്ളവരുമൊക്കെ തന്നെ ഈ സ്കൂളിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. പലരും ഇവിടെ ഉണ്ട്. ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യരുടെ ആശ്രയമാണ് ഈ സ്കൂൾ. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ വീട്ടുകാർ വളരെ പ്രയാസപ്പെട്ട് ഇവിടെ വലിയ പ്രതീക്ഷയോടുകൂടി അയക്കുന്ന വിദ്യാലയമാണ്. ഫറൂഖ് നഗരസഭാ അധ്യക്ഷ C ചന്ദ്രിക അധ്യക്ഷയായിരുന്നു. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P സബിത ഹബീബ്, കൗൺസിലർമാരായ പ്രകാശ് കറുത്തേടത്ത്, ഷാജി പറശ്ശേരി, AEO K ജീജ, VHS വിഭാഗം പ്രിൻസിപ്പൽ M യാസർ, BPCO പ്രമോദ്, KK സിന്ധു, M സമീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുറ്റിച്ചിറ GVHSSൽ സ്വാപ്പ് ഷോപ്പ് ആരംഭിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ജാഫർ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ നെയിം സ്ലിപ്പുകളും പ്രകാശനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുതിയൊരു ചുവടുവയ്പുമായി കോഴിക്കോട് കോർപ്പറേഷനിൽ കുറ്റിച്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ് ഹരിത സേന, NSS എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിൽ സ്വാപ്പ് ഷോപ്പ് ആരംഭിച്ചത്. ഉപയോഗിക്കാതെ ഇരിക്കുന്നതും എന്നാൽ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്നതുമായ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള സ്വാപ്പ് ഷോപ്പിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ജാഫർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷെയ്ഖ് ഷഫ്രുദ്ദീൻ അധ്യക്ഷനായിരുന്നു. കുറ്റിച്ചിറ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വിനയ് രാജ്, SHM ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് VHC പ്രിൻസിപ്പൽ ഡോക്ടർ സുബി K ബാലകൃഷ്ണൻ, എക്കോസെൻ സ്റ്റുഡൻസ് ഹരിതസേന ടീച്ചർ കോർഡിനേറ്റർ സുമം PS, NSS പ്രോഗ്രാം ഓഫീസർ ആര്യ ഗോപി എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നെയിം സ്ലിപ്പ് പ്രകാശനവും ചടങ്ങിൽ നടന്നു. അഡ്വക്കേറ്റ് സാറ ജാഫർ വിദ്യാർത്ഥികൾക്ക് നെയിം സ്ലിപ്പുകൾ നൽകി പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. തിരുവുത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, വൈകിട്ട് തറവാട്ടിൽ നിന്നും കാഴ്ചവരവ്, ആചാര്യവരണം, മുളയിടൽ എന്നിവ നടന്നു. SSLC വിജയികൾക്കുള്ള സമ്മാനദാനവും കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും നടത്തി. ദേവീഗാനവും നൃത്തവും ശ്രീഭദ്ര ഭജന സമിതിയുടെ ഭജനയും നടന്നു. ഫെബ്രുവരി 16 വരെ ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഗണപതി ഹോമം, ഉഷപൂജ, ശിവേലി, മുളപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, കാഴ്ചശീവേലി, ഭഗവതി സേവ എന്നിവയുണ്ടാകും. ഫെബ്രുവരി 15 ശിവരാത്രി നാളിൽ രാവിലെ കലശമെഴുന്നള്ളിപ്പ്, വൈകിട്ട് ആഘോഷവരവ്, നാദമേള വിസ്മയം, പള്ളിവേട്ട, പള്ളിക്കുറപ്പ് എന്നിവ നടക്കും. സമാപന ദിവസമായ ഫെബ്രുവരി 16 രാവിലെ പള്ളിയുണർത്തൽ, ഗണപതി ഹോമം, മഞ്ഞൾ കലശാഭിഷേകം, ഉച്ചയ്ക്ക് അമൃതഭോജനം, വൈകിട്ട് കാഴ്ചവരവ്, തായമ്പക, രാത്രി 8 മണിക്ക് പാണ്ടിമേളത്തോടുകൂടി ബാലികമാരുടെ പാലെഴുന്നള്ളിപ്പ്, യാത്രാബലി, ആറാട്ടിന് എഴുന്നള്ളിക്കൽ, പള്ളിയാറാട്ട്, പാലഭിഷേകം, അത്താഴപൂജ, ഗുരുതി തർപ്പണം എന്നീ ചടങ്ങുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഹഫ്സി അസീസിന്റെ കവിതാ സമാഹാരം സമാന്തര രേഖകൾ പുറത്തിറക്കി. കവി PP ശ്രീധരനുണ്ണി കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിതക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഹഫ്സി അസീസ് രചിച്ച സമാന്തര രേഖകൾ എന്ന കവിതാ സമാഹാരം കവി PP ശ്രീധരനുണ്ണി പ്രകാശനം ചെയ്തു. ആദ്യ കോപ്പി കോർപ്പറേഷൻ കൗൺസിലർ KC ശോഭിത ഏറ്റുവാങ്ങി. പ്രകാശന ചടങ്ങിൽ PI അജയൻ അധ്യക്ഷനായിരുന്നു. ഹഫ്സി അസീസിന്റെ കവിതകൾ സമകാലിക ജീവിതാനുഭവങ്ങളെയും സ്ത്രീ മനസ്സിന്റെ സൂക്ഷ്മ വികാരങ്ങളെയും സുതാര്യമായി അവതരിപ്പിക്കുന്നവയാണെന്ന് PP ശ്രീധരനുണ്ണി പറഞ്ഞു. സത്യൻ മാടാക്കര, റഷീദ് കാഞ്ഞിരാട്ട്, ഹഫ്സി അസീസ്, സതീഷ് K സതീഷ്, KM പ്രകാശിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാഹിത്യ സ്നേഹികളും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പൊതുപണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണം. രാത്രി 12 മണി വരെയാണ് പണിമുടക്ക്.
വികസന മുന്നേറ്റം സാധ്യമാകുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിലൂടെയാണെന്ന് മന്ത്രി OR കേളു. നാടിന്റെ വളർച്ചയ്ക്ക് വായനശാലകൾ വലിയ പങ്ക് വഹിച്ചതായി മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയ വോട്ടേഴ്സ് ദിനാചരണം കോഴിക്കോട് നടന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.